നെക്സ്റ്റ് കണ്ടിട്ട് കുറേ കാലമായിട്ട് അപ്പോൾ ഇന്ന് മാളിക്കുന്നേരെയും കുട്ടി അവിടെ നിന്ന് പോകാൻ വിചാരിച്ചിട്ടാണ്. മാളിക്കുന്നിൽ എത്തിയ പിന്നെ ഫസ്റ്റ് ഇപ്പോൾ മുടങ്ങാതെ ചെയ്യുന്ന കാര്യമാണ് ലച്ചു ബേബിൻ്റെ അടുത്ത് പോകുക എന്നുള്ളത്. ബേബി ആ എനിക്ക് ഈ പ്രായം കുട്ടികളെ ഭയങ്കര ഇഷ്ടമുണ്ടോ, കടിച്ച് തിന്നാൻ തോന്നും, അങ്ങനത്തെ ഇഷ്ടമാണ്. ലച്ചു ബേബിക്ക് എന്നെ വലിയ മൈൻഡ് ഒന്നും ഉണ്ടായില്ല കേട്ടോ. പ്രാവശ്യം കോഴിക്കോട് പോയി വന്നതിന് ശേഷം കുട്ടി മറക്കണേ ഇല്ല കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോൾ ചെന്ന് കഴിഞ്ഞാലും ഫസ്റ്റ് ഓളത്ത് പോയി ഒന്ന് ഓർമ്മ പുതുക്കിയിട്ടേ പോവുള്ളൂ. അവിടെ നിന്ന് എല്ലാവരും കൂട്ടി നേരെ പെരിന്തൽമണ്ണ കൂട്ടോ. ഫസ്റ്റ് തന്നെ ഫുഡ് കോർട്ടിലാണ് പോയിട്ടുണ്ടായിരുന്നത്. കുറച്ച് ഉപ്പിലിട്ട ഐറ്റംസ് ഒക്കെ വാങ്ങി തിന്നു. അത് കഴിഞ്ഞിട്ട് സൈൻ ലബാൻ വാങ്ങാനുണ്ട് നിന്നത്. അപ്പോൾ ആ ടൈമിൽ മോന് എത്തിയിട്ടുണ്ടായില്ല. മോനും നിധിയും ബൈക്കിലായിരുന്നു. അങ്ങനെ ഓലെ കാണാഞ്ഞിട്ട് ഞങ്ങൾ നേരെ നെസ്റ്റോക്ക് തന്നെ പോയി. അവിടെ നിന്നൊന്നും വാങ്ങി കഴിക്കാൻ നിന്നില്ല കേട്ടോ. പിന്നെ അതാ നെസ്റ്റോലെത്തിയിട്ട് ഓരോ ഐറ്റംസ് വാങ്ങാണ്ടായിരുന്നു. അതൊക്കെ വാങ്ങിയെടുക്കുകയാണ്. കുറുക്കന്റെ കണ്ണ് കോഴിക്കോട്ട് തന്നെ പറഞ്ഞ പോലെ എൻ്റെ കണ്ണ് ഫുള്ള് പാത്രങ്ങളിലും നിഷാന്റെ കണ്ണ് ഫുള്ള് ചെടിച്ചട്ടിയിലുണ്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒന്നും വാങ്ങിയിട്ടില്ലെങ്കിലും ഈ ഒരു പാത്രങ്ങളെ സെക്ഷനിൽ പോയിട്ടില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. എന്നെ പോലെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എന്തൊക്കെ പുതിയ ഐറ്റംസ് എന്നൊന്ന് പോയി നോക്കണം. പിന്നെ കുറേ ഫുഡ് ഐറ്റംസുകളൊക്കെ പർച്ചേസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അവിടെ തന്നെ ഇരുന്ന് കഴിക്കാമെന്ന് പറഞ്ഞു കേട്ടോ. പുറത്ത് എവിടെന്നെങ്കിലും ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞ് പോകുന്നതാണ്. പക്ഷെ അവിടെ നെസ്റ്റോലെത്തിയപ്പോൾ ഓരോ ഐറ്റംസ് ഇങ്ങനെ വാങ്ങി അവിടെ തന്നെ കഴിക്കാമെന്ന് പറഞ്ഞു. കുറേ ഐറ്റംസ് വാങ്ങി ഒന്നും മെച്ചനായില്ല കേട്ടോ. ബിരിയാണി, നൂഡിൽസ്, ഷവായ, പിന്നെ ബീഫിൻ്റെ എന്തോ ഐറ്റം, ബ്രോസ്റ്റ്, പിന്നെ സാലഡുകൾ, പിന്നെ ജ്യൂസുകൾ, അങ്ങനെ കുറേ ഐറ്റംസ്. ബർഗറും ഉണ്ടായിരുന്നുണ്ടോ. ബർഗർ കോംബോ ഓഫർ ആയിരുന്നു. അപ്പോൾ അതങ്ങനെ വാങ്ങിയതാണ്. അത്യാവശ്യം ടേസ്റ്റ് ഉണ്ട്, പക്ഷെ ചൂടുണ്ടായില്ല. ഓവന് കംപ്ലൈൻ്റ് ആണെന്ന് പറഞ്ഞിട്ട് ഇത് കുറച്ച് സാലഡ് ഐറ്റംസ് ആണ് വാങ്ങിയത്. എല്ലാവരും അവിടെ ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ആർക്കും ഫുഡ് ഇഷ്ടമായിട്ടില്ല കേട്ടോ. ഫുഡ് ഉമ്മാക്കും ശേഷം തീരെ ഇഷ്ടമായിട്ടില്ല. പിന്നെ വാങ്ങിയ സ്ഥിതിക്ക് നമ്മളതെല്ലാം കഴിക്കണമല്ലോ. പെരിയിൽ നല്ല തുണ്ട് ഇങ്ങനെ നുള്ളിയ പൊളിയുന്ന ബീഫ് ഞാൻ പൊരിച്ച് വെച്ചിട്ട് അതിന് കുറ്റം പറഞ്ഞ ആള്. ഇവിടെ നെസ്റ്റോയിൽ വന്നിട്ട് ഞങ്ങൾ ബീഫ് ബീഫ് കഴിക്കട്ടോ. ഇതാ കണ്ടോ, മിക്സിയിൽ അരച്ചെടുത്തിട്ട് വേണം കഴിക്കാൻ. അത്രയും അടിപൊളി ബീഫ്. ഇത്രയും സോഫ്റ്റ് ബീഫാണ് പെരയിലുള്ളത്. അതവിടെ ഇട്ടിട്ടാണ് ഞങ്ങൾ ഇന്ന ടേബിളിന്റെ തൊട്ടടുത്ത് തന്നെ നിഷായിന്റെ കസിനും മോളെ ഹസ്ബൻഡും കുട്ടികളൊക്കെ ഉണ്ടായിരുന്നുണ്ടോ. ഫുഡ് കഴിക്കായതുകൊണ്ട് കൂടുതൽ സംസാരിക്കാനൊന്നും പറ്റിയില്ല. ഓലെ ഫുഡ് കഴിക്കൽ കഴിഞ്ഞതിന് മുന്നേ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. കഴിക്കൽ കഴിഞ്ഞിട്ട് വീണ്ടും കുറച്ച് പർച്ചേസിംഗ് ഒക്കെ ഉണ്ടായിട്ടുണ്ടോ. കുറച്ച് കൂന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഉമ്മീറ്റും വാങ്ങിയപ്പോൾ ഞാനും ഒരു ബോക്സ് വാങ്ങി. പിന്നെ സ്ട്രോബെറി വാങ്ങി. ഈ 2 ഐറ്റം വാങ്ങിയിട്ടില്ല കേട്ടോ. ബ്ലൂബെറിയും പിന്നെ മറ്റേ ആ ചെറി പോലുള്ള ഐറ്റം. പിന്നെ അവിടെ നിന്ന് നമ്മൾ അടുത്ത കുടുംബക്കാരെ കണ്ടു. ഉമ്മാൻ്റെ അമ്മായിയുടെ മക്കളുണ്ട്. പോലും വന്നിന്ന് കുറച്ച് നേരം ഉമ്മ അവിടെ വർത്താനം പറഞ്ഞ് സ്റ്റെക്കായി നിന്നുണ്ട്. ഉമ്മക്കാരെങ്കിലും വർത്താനം പറയാൻ കിട്ടിയ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞങ്ങളിതാ പുറത്ത് വന്നപ്പോഴത്തേക്കും നിധി മോനും ഓൾറെഡി ഇവിടെ വന്ന് ഇങ്ങനെ ഇരിക്കുന്നുണ്ടോ. ഓല പർച്ചേസിംഗ് ഒക്കെ നേരത്തെ കഴിഞ്ഞു. ഓല ഇവിടെ വന്നിരിക്കുകയായിരുന്നു. പോകാൻ ഇറങ്ങി എല്ലാവരും വണ്ടി കയറിയ ടൈമിലാണ് ഞാനൊന്ന് ഇവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ കയറി ഇരിക്കുകയുണ്ടോ. അതിന് കളിയാക്കി ചിരിക്കുകയാണ് മോനും നിധി. പിന്നെ വീട്ടിലേക്ക് കുറച്ച് സ്ട്രോബെറി കഴിച്ചിട്ടോ. ചോക്ലേറ്റ് മുക്കി കഴിക്കാൻ വേണ്ടി വാങ്ങിയതാണ്. പക്ഷേ അതിനൊന്നും ക്ഷമല്ല. അത്യാവശ്യം ടേസ്റ്റ് ഉണ്ടായിരുന്നു. 1-2 പുളി ഉള്ളതും ഉണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക.